മുജാഹിദ് വിസ്ഡം വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫിന്റെ വകയാണ് ഇന്നത്തെ ചോദ്യം. പിന്നെ പ്രാർത്ഥന സുഹൃത്തുക്കളെ ഞാൻ തന്നെ കേൾക്കണം. മുഹദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ആരെങ്കിലും എൻ്റെ ശബ്ദത്തിന്റെ പരിധിയിലുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കണം, ഖുർആൻ നിങ്ങൾ കയ്യിലെടുക്കുക. ഞാൻ അറിയണ ഒരു ഉസ്താദിനെ കൊണ്ട് നിങ്ങൾ പിന്നെ നോക്കിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹു വല്ലാത്ത ആരോടെങ്കിലും ഒരു പ്രാർത്ഥന, ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടോ നോക്കിങ്ങൾ. ഹദീസ് നോക്കിങ്ങൾ, ഹദീസിൽ എവിടെയെങ്കിലും അല്ലാത്തവരോടൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയോ? ഈ ചോദ്യം ചോദിക്കുന്ന ടി.കെ. അഷ്റഫിന് വരെ അറിയാം, സുന്നികളായ ആളുകൾ ബദരീങ്ങളോടും മുഹീദ്ദീൻ ഷേഖ് തങ്ങളോടും ഇസ്തിഗാസ ചെയ്യുന്നത് പ്രാർത്ഥന എന്ന് പേരിട്ടാൽ പോലും അള്ളാഹുവിനോട് തേടുന്ന അതേ സെൻസിലല്ല തേടുന്നത് എന്ന്. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മുസ്ലിമീങ്ങളായ നമ്മെ കാഫിറായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്. സഹോദരന്മാരെ, അള്ളാഹുവിനോട് തേടുമ്പോൾ അള്ളാഹു ഇലാഹാണ് എന്നും റബ്ബാണ് എന്നും അള്ളാഹുവിനുള്ള എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ ആ വിശേഷണങ്ങളൊക്കെ വകവെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത്. നേരെ മറിച്ച് മുഹീദ്ദീൻ ഷേഖിനോടോ ബദരീങ്ങളോടോ നമ്മൾ തേടുമ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്താണ്? ഇത് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നും ഇവരൊക്കെ അള്ളാഹുവിങ്കിൽ നിന്ന് ഉത്തരം കിട്ടാൻ കാരണക്കാരാണ് എന്നും വിശ്വസിച്ചിട്ടാണ് നമ്മൾ തേടുന്നത്. അതുകൊണ്ട് രണ്ട് തേട്ടവും രണ്ടാണ്. ഇനി ടി.കെ. അഷ്റഫിനോട് എന്നെ സഹായിക്കണേ എന്ന് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രാർത്ഥന എന്ന് വിളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, പരിശുദ്ധ ഖുർആനിൽ ഇതുപോലത്തെ ഒരു പ്രാർത്ഥന ഉണ്ടോന്നൊക്കെ. ആ തേട്ടത്തിന് പ്രാർത്ഥന എന്ന് പേര് വെക്കുന്നിടത്തല്ല കാര്യമുള്ളത്. അഷ്റഫ് സാഹിബിനോട് ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ്? അഷ്റഫ് സാഹിബ് അടിമയാണ് എന്നും ഉത്തരം കിട്ടാൻ ഒരു കാരണക്കാരനായിട്ടാണ് ഞാൻ അഷ്റഫ് സാഹിബിനെ കാണുന്നത്. അപ്പോഴും ഞാൻ അൽഹംദുലില്ലാ എന്നാ പറയാ. ഉത്തരം കിട്ടിയത് എവിടുന്ന? അള്ളാഹുവിൽ നിന്നായതുകൊണ്ട്. ബദരീങ്ങളോട് തേടുമ്പോൾ ഉത്തരം കിട്ടിയാൽ അങ്ങനെ തന്നെ പറയാം, അൽഹംദുലില്ലാ എന്നാ പറയാം. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനോട് തേടുന്ന അതേ സെൻസിലല്ല സൃഷ്ടികളായ ഔലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും തേടുന്നത് എന്ന്. ഇത് പ്രാഥമികമായി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ നിങ്ങൾ അറിയാത്തതുപോലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇനി പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഉണ്ടോ നിങ്ങൾ ചോദിച്ചു. ഞാൻ കാണിച്ചു തരാം. സൂറത്തുൽ ബഖറയിൽ കാണാം, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ എന്ന് പറയുന്ന ഒരു ആയത്ത് കാണാം. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവെ, മറന്നുപോയതിന്റെ പേരിൽ എന്നെ പിടിച്ച് നീ ശിക്ഷിക്കല്ലേ എന്ന്. ഇനി സൂറത്തുൽ കഹ്ഫിൽ മറ്റൊരായത്ത് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദ്ർ നബിയോട് പറയാണ്, ലാ തുആഖിദ്നി ബിമാ നസീതു. രണ്ടും ഒരേ പ്രാർത്ഥന, രണ്ടും ഒരേ തേട്ടം, ഒരേ അർത്ഥം. എന്നെ മറന്നുപോയതിന്റെ പേരിൽ പിടിച്ച് ശിക്ഷിക്കല്ലേ എന്ന്. ഇവിടെ നോക്കൂ, വാചകങ്ങളും തേട്ടവും ഒക്കെ ഒന്നായിട്ട് പോലും ഒന്ന് പ്രാർത്ഥനയാണ് എന്ന് പറയുന്നു, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. മറ്റേതിന് പ്രാർത്ഥന എന്ന് പേരിട്ടാൽ പോലും അത് അള്ളാഹുവിനോട് തേടുന്ന പ്രാർത്ഥനയല്ല. കാരണം എന്തുകൊണ്ട്? അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദ്ർ നബിയാകുന്ന അടിമയോടാണ് ചോദിച്ചത്. അടിമയാണ് എന്ന സെൻസിലാണ് ചോദിച്ചത്, ഉടമയാണ് എന്നോ ഇലാഹാണോ എന്ന സെൻസിലല്ല ചോദിച്ചത്. ഇനി അങ്ങനെയായിരുന്നു ചോദിച്ചുവെങ്കിൽ, ഇലാഹാണ് എന്നും റബ്ബാണ് എന്ന നിലക്കാണോ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ള പ്രാർത്ഥനയാകുമായിരുന്നു. ഇനി ഹദീസിലേക്ക് നോക്കാം. അള്ളാന്റെ റസൂൽ പറയുന്നത്, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഫഅയ്യുകും മാ തറക ദൈനൻ ഔ ലൈഅതൻ ഫദ്ഉനി. എത്ര കൃത്യമാണ് അവര്. നിങ്ങൾക്ക് കടമോ പ്രയാസമോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നോട് നിങ്ങൾ ദുആ ചെയ്തോളൂ എന്നാണ്. ദുആ എന്ന് പറയുന്ന അതേ പദം ഏത്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞില്ലേ, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം നൽകാന്ന്. മുജാഹിദുകൾ എന്താ പറയാ? എന്നോട് പ്രാർത്ഥിച്ചോളൂ എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു എന്നല്ലേ മുജാഹിദുകൾ ഈ ഹദീസ് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ പറയാം. അവിടെ രണ്ട് മാനദണ്ഡങ്ങളാണ്. അള്ളാഹുവിനോട് തേടുന്നത് ഏത് മാനദണ്ഡ പ്രകാരമാണ്? അള്ളാഹു ആണ് എന്നും ഇലാഹാണ് എന്നും റബ്ബാണ് എന്നും അവന്റെ സർവമാന സിഫത്തുകളും അവനക്ക് വകവെച്ചു കൊടുത്തുകൊണ്ടാണ്. റസൂലിനോട് തേടുമ്പോഴോ അത് അള്ളാഹുവിന്റെ അടിമയാണ് എന്നും റസൂലുള്ളാഹി തങ്ങളെ സഹായം കിട്ടാൻ കാരണക്കാരാണ് എന്നും നിലക്കാണ് തേടുന്നത്. ഇതുപോലെയാണ് വിഷയങ്ങളൊക്കെ. അത് മാറ്റിമറിച്ച് സുന്നികളെ തേട്ടം പ്രാർത്ഥന എന്ന വാചക കസരത്ത് നടത്തി ആളുകളുടെ ഇടയിൽ അള്ളാഹുവിനോടും തേടുന്ന അതേ മാനദണ്ഡത്തിലാണ് സുന്നികൾ ബദരീങ്ങളോടും മുഹീദ്ദീൻ ഷേഖ് തങ്ങളോടും തേടുന്നതെന്ന് വരുത്തി തീർത്ത് മുസ്ലിമീങ്ങളെ കാഫിറാക്കാനുള്ള ശ്രമമാണ് ടി.കെ. അഷ്റഫ് എന്ന് പറയുന്ന മാന്യദേഹം കാണിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വഞ്ചകന്മാരുടെ വഞ്ചനയിൽ പെടാതെ നാം സൂക്ഷിക്കണം. അള്ളാഹു കാക്കട്ടെ.